യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചവർക്ക് RSPയിൽ അംഗത്വം നൽകിയതിൽ കോൺഗ്രസിന് കടുത്ത വിയോജിപ്പുണ്ട്. RSP മുന്നണി മര്യാദ പാലിച്ചില്ലെന്ന് UDF ചെയർമാൻ KC രാജൻ വിമർശിച്ചു. പക്വതയില്ലാത്ത സമീപനമാണ് RSPയുടേതെന്നും ഷിബു ബേബി ജോണുമായി ചർച്ച ചെയ്യുമെന്നും KC രാജൻ പറഞ്ഞു. പ്രതികരണത്തിലേക്ക് ഒരു പക്വതയുള്ള ഒരു സമീപനം RSPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു. ഞാൻ RSPയുടെ ജില്ലാ സെക്രട്ടറിയുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. എന്തായാലും പ്രത്യേകിച്ചൊരു ഭരണം ഒക്കെ വന്നൊരു സാഹചര്യത്തിൽ UDFിനകത്തുള്ള കക്ഷികൾ തമ്മിൽ ഇത്തരം ഒരു പ്രശ്നത്തെ ചൊല്ലിയുള്ള ഒരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത് ശരിയല്ല. കുറേ കൂടി ഉയർന്നൊരു തലത്തിൽ ഇത് ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ്സിലെ ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയൊരു അമർഷവും പ്രതിഷേധവും ഒക്കെ ഈ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഷമീർ കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി ചേർന്നു. ഷമീർ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ചതടക്കമുള്ള നിരവധി സംഭവങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് പാർട്ടി അംഗത്വം RSP നൽകിയതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ഒരു പ്രശ്നമാണ്, ഒരു ഉലച്ചിലാണ് കൊല്ലത്ത് നിന്നും വരുന്ന വാർത്തകളൊക്കെയും. ഇപ്പോൾ ഇതിൽ ഇന്നലെ DCC അധ്യക്ഷനൊക്കെ പരസ്യ പ്രതികരണം നടത്തിയിരുന്നു. ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് മുന്നണി മര്യാദയുമായി അല്ലെങ്കിൽ മുന്നണിയുമായി ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ കുറച്ച് പ്രശ്നമുണ്ട്, അതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് DCC അധ്യക്ഷനൊക്കെ പരസ്യ പ്രതികരണം നടത്തി. സമാനമായ നിലപാട് ഇപ്പോൾ UDF ചെയർമാനും പറയുന്നുണ്ട്. ഇപ്പം നിലവിൽ കൊല്ലത്തെ RSP കോൺഗ്രസ് ബന്ധം അത് കൂടുതൽ വഷളാവുകയാണോ? ഷിബു ബേബി ജോണുമായി സംസാരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇതിൽ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ ഇടയുണ്ടോ ഷമീർ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. അന്ന് നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ ലൈബ്രറിയിലടക്കം ഉണ്ടാകും. അത്രത്തോളം വലിയ മർദ്ദനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏൽക്കേണ്ടി വന്നത്. ക്രൂരമായ മർദ്ദനം, അതും ഒന്നിലധികം ആളുകൾ ചേർന്നുകൊണ്ടാണ് 2023 കൊല്ലം ചിന്നക്കടയിൽ വെച്ച് ഇവരെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത്. അത് അന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതികളായിട്ടുള്ള ആളുകളെയാണ് RSP അവരുടെ കൊടി നൽകി അംഗത്വം നൽകി സ്വീകരിച്ചത്. ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരെ മുഖ്യമന്ത്രി ശിക്ഷിക്കുമെന്ന് പറയുകയും കൊല്ലത്തേക്ക് എത്തുമ്പോൾ അവരെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സമീപനം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് എന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ വിഷ്ണു സുനിൽ പറയുന്നത്. എന്തായാലും മുന്നണിക്കുള്ളിൽ പരസ്പരം പോരടിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനമാണ് ഇവരെ എടുത്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായിട്ടുള്ളവരെയാണ് RSPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷിബു ബേബി ജോൺ RSP പതാക നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. അതിനു മുമ്പ് ഇത്തരം ആളുകളെ എടുക്കുന്നതിന് കോൺഗ്രസ് ഒരിക്കലും എതിരല്ല. പക്ഷേ അവരുടെ പശ്ചാത്തലം കൂടി പരിശോധിച്ച് വേണം ഇത്തരം ആളുകളെ അതാത് പാർട്ടികൾ എടുക്കേണ്ടത് എന്നൊരു നിലപാടിലാണ്. എന്തായാലും സംസ്ഥാന UDF നേതൃത്വത്തെ ഈ വിഷയം ധരിപ്പിക്കുമെന്ന ജില്ലാ UDF ചെയർമാൻ കൂടിയായ KC രാജൻ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ പക്വതയില്ലാത്ത നിലപാടാണ് ഈ വിഷയത്തിൽ RSP സ്വീകരിച്ചത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ ആത്മാഭിമാനമാണ് ആദ്യം, മുന്നണി ബന്ധം പിന്നീട് എന്നാണ് DCC പ്രസിഡന്റ് ഈ വിഷയത്തിൽ പറയുകയും ചെയ്തത്. എന്തായാലും സംസ്ഥാന മുഖ്യമന്ത്രി VD സതീശന് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ രാത്രിയോടുകൂടി തന്നെ മുഖ്യമന്ത്രിക്കും ഈ വിഷയത്തിൽ വിഷ്ണു സുനിൽ പന്തളം പരാതി നൽകിയിട്ടുണ്ട്. അതായത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചവരെ RSPയിലെടുത്തത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത നടപടിയാണ് കൊല്ലത്ത് ഉണ്ടായിരിക്കുന്നത്. തന്നെ അടക്കം കൊലപ്പെടുത്താൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ മുന്നണിയുടെ ഭാഗമാകുന്നത്. അതുകൊണ്ട് തന്നെ RSP നേതൃത്വത്തെ പരാതി അറിയിച്ചെങ്കിലും അവർ അത് നിസ്സാരവൽക്കരിക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രശ്നപരിഹാരത്തിന് അടിയന്തരമായി മുഖ്യമന്ത്രി കൂടി ഇതിൽ ഇടപെടണം എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ RSP കോൺഗ്രസ് ബന്ധം ജില്ലയിൽ ഉലയുകയാണ്. RSPയുടെ ഇരേപുരം MLAയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തകരെ എടുക്കാൻ നേതൃത്വം നൽകിയത്. RSPക്ക് ഇരേപുരത്ത് RYFന് എത്ര പ്രവർത്തകരുണ്ട് എന്ന ചോദ്യം പോലും ഉയരുന്നു. അതുപോലെ തന്നെ RYFും RSP പ്രവർത്തകരുമല്ല ഇരേപുരത്തെ MLA വിജയിപ്പിച്ചത് കോൺഗ്രസ്സുകാരാണ്. ആ കോൺഗ്രസ്സുകാരുടെ രക്തം വീണ സ്ഥലത്താണ് രക്തം ചീന്താൻ മുന്നിട്ട് നിന്നവരെയാണ് ഇത്തരത്തിൽ മുന്നണിയിലിട്ട്
മുന്നണിയിൽ മാലയിട്ട് സ്വീകരിച്ചത്. അതുകൊണ്ട് അവരെ പുറത്തു നിർത്തും വരെ ഈ ബന്ധം നേരെ പോകില്ല എന്നൊരു സൂചന കൂടിയാണ്. കോൺഗ്രസ് ബന്ധം കൂടുതൽ ഉലയുകയാണ്. അതിലൊരു സമവായം ഒക്കെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്നറിയാം.